4ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിലെ 3ാമത്തെ പാഠം. പാഠം 3, പ്രകൃതി സംരക്ഷണം, പുണ്യനബിയുടെ അധ്യാപനം. നമുക്ക് പാഠം നോക്കാം. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്ന നമ്മുടെ പ്രകൃതി അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. അത് അല്ലാഹു തആല നമുക്ക് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ്. അതിന് നാശം വരാത്ത വിധം കരുതലോടുകൂടി ഉപയോഗിക്കേണ്ടതുണ്ട്. പ്രകൃതിക്ക് നാശം വരാത്ത വിധം നാം ഉപയോഗിക്കേണ്ടതുണ്ട്. വിഭവങ്ങളുടെ അമിതവ്യയം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. വിഭവങ്ങളുടെ അമിതമായ ഉപയോഗം പോലും പ്രകൃതിയെ നശിപ്പിക്കലാണ്. ഈ ഗുണപാഠം നൽകുന്ന ഒരു കഥ നമുക്ക് പറയാം. ഒരിക്കൽ സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുവഴി കടന്നു വന്നു. സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുണ്യ നബി തങ്ങൾ അതുവഴി വന്നു. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുന്നത്. വുളു ചെയ്യുമ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഉടനെ, എന്താണ് സഅദേ ഈ ദുർവ്യയം? അത് നബി തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് സഅദേ ഈ ദുർവ്യയം എന്ന് പുണ്യ നബി തങ്ങൾ ചോദിച്ചു. വുളുയിലും ദുർവ്യയമുണ്ടോ? വുളു എടുക്കുന്നതിലും ദുർവ്യയമുണ്ടോ എന്ന് അത്ഭുതത്തോടെ ചോദിച്ച സഅദ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, അതെ, നീ ഒഴുകുന്ന നദിയിലാണെങ്കിൽ പോലും. വുളുയിലും ദുർവ്യയമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ എന്താണ് പറഞ്ഞത്? അതെ, നീ ഒഴുകുന്ന നദിയിൽ ആണെങ്കിൽ പോലും, ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിൽ പോലും വുളുയിലും ദുർവ്യയമില്ലാതെ വുളു എടുക്കണം. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണെങ്കിൽ പോലും ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. സഅദ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ, നീ ഒഴുകുന്ന ഒരു നദിയിൽ നിന്നാണെങ്കിൽ പോലും നീ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്നാണ് പഠിപ്പിച്ചു കൊടുത്തത്. പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം? നമ്മുടെ പ്രകൃതിയെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കാം? സഹജീവികളെ സംരക്ഷിക്കുക, നമുക്ക് ചുറ്റുമുള്ള ജീവികളെ സംരക്ഷിക്കുക, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, ജലം മലിനമാക്കാതിരിക്കുക, നമ്മുടെ ജലാശയങ്ങൾ, പുഴകളും തോടുകളും അരുവികളും ഒന്നും മലിനമാക്കാതിരിക്കുക, മാലിന്യ അവശിഷ്ടങ്ങൾ പുഴകളിലേക്കും മറ്റും ഒഴുക്കിവിടാതിരിക്കുക, അന്തരീക്ഷം മലിനമാക്കാതിരിക്കുക, പ്ലാസ്റ്റിക്കുകളും മറ്റും കത്തിക്കാതിരിക്കുക, പ്രകൃതി വിഭവങ്ങളിൽ ദുർവ്യയം ഒഴിവാക്കുക, പ്രകൃതി വിഭവങ്ങൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, മലകൾ ഇടിച്ചു നിരത്താതിരിക്കുക, വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക, കൃഷിസ്ഥലങ്ങൾ മണ്ണിട്ടു നികത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കാതിരിക്കുക, കൃഷിസ്ഥലങ്ങൾ കൃഷിക്ക് ഉപയോഗിക്കുക, ജലാശയങ്ങൾ സംരക്ഷിക്കുക, ജലാശയങ്ങൾ, കിണറുകൾ, പുഴകൾ, അരുവികൾ, കുളങ്ങൾ ഇവയെല്ലാം സംരക്ഷിക്കുക, അവയിലേക്ക് മാലിന്യം ഇടാതിരിക്കുക, ജലാശയങ്ങളിലേക്ക് മാലിന്യം ഇടാതിരിക്കുക, അവയെ സംരക്ഷിക്കുക. മരണാനന്തരം പ്രതിഫലം ലഭിക്കുന്ന പുണ്യകർമ്മമാണ് മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ മരണശേഷവും പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണത്. തദ്രീബാത്ത്. ഈ പാഠത്തിൻ്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം. 1. ഉത്തരം പറയാം. അതിൽ ഒന്നാമത്തെ, എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? എന്തെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പ്രകൃതി? അതിൻ്റെ ഉത്തരം, സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി.
സുന്ദരമായ മലകളും ജലാശയങ്ങളും ജീവജാലങ്ങളും അന്തരീക്ഷവും ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ പ്രകൃതി. രണ്ടാമത്തെ ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ട അമിത വ്യയം എന്തായിരുന്നു? അതിൻ്റെ ഉത്തരം, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുന്നത്. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിച്ചാണ് സഅദ് റളിയല്ലാഹു അൻഹു വുളു ചെയ്യുന്നത്. ഇതാണ് നബി തങ്ങൾ കണ്ടത്. മൂന്നാമത്തെ ചോദ്യം, സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ വുളുഇൽ അമിത വ്യയം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് പഠിപ്പിച്ചു? അതിൻ്റെ ഉത്തരം, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിൻ്റെ ഉത്തരം, ആവശ്യത്തിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കരുത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. പ്രയോഗിക്കാം, ഇത് നമുക്ക് ചെയ്യാനുള്ളതാണ്. 1. ചൂടുകാലങ്ങളിൽ വീട്ടുവളപ്പിൽ പറവകൾക്ക് തണ്ണീർ കുടമൊരുക്കാം. ചൂടുകാലങ്ങളിൽ വീടിൻ്റെ പരിസരത്ത് പറവകൾക്ക്, പക്ഷികൾക്ക് വേണ്ടി നമുക്ക് വെള്ളം നിറച്ച പാത്രങ്ങൾ ഒരുക്കി വെക്കാം. 2. സർവ്വലോകങ്ങൾക്കും കരുണയായി വന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മമാസത്തിൽ ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാം. സർവ്വലോകങ്ങൾക്കും കരുണയായി വന്ന പുണ്യനബിയുടെ ജന്മമാസം എല്ലാവർക്കും അറിയാം, റബീഉൽ അവ്വൽ. റബീഉൽ അവ്വൽ മാസത്തിൽ നമുക്ക് ഒരു വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കാം. ഉസ്താദിനോട് ചോദിക്കാം. 1. അന്തരീക്ഷ സംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതിൻ്റെ ഉത്തരം, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, സ്വകാര്യ വാഹനങ്ങൾക്കു പകരം പൊതുഗതാഗതം ഉപയോഗിക്കുക. അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്, മരങ്ങൾ നട്ടുപിടിപ്പിക്കുക, പ്ലാസ്റ്റിക്കുകൾ കത്തിക്കാതിരിക്കുക, സ്വകാര്യ വാഹനങ്ങൾക്കു പകരം പൊതുഗതാഗതം ഉപയോഗിക്കുക. 2. ജലസംരക്ഷണത്തിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? അതിൻ്റെ ഉത്തരം, മഴവെള്ളം ശേഖരിക്കുക, ജലമലിനീകരണം തടയുക, വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക. അതിൻ്റെ ഉത്തരം എഴുതേണ്ടത്, മഴവെള്ളം ശേഖരിക്കുക, ജലമലിനീകരണം തടയുക, വെള്ളം പാഴാക്കാതെ ഉപയോഗിക്കുക. ഇതിൻ്റെ കൂടെ കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് എഴുതാവുന്നതാണ്. ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു. ഇതിൻ്റെ മുമ്പുള്ള 2 പാഠങ്ങളുടെയും വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കല്ലേ.